ഹായ് ഓൾ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ PSC ജേണിയെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് കുറേ എൻക്വയറീസ് അതിന് താഴെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പ്രിപ്പറേഷൻ രീതി ഒന്ന് പറയാമോ, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഒരു PSCയിലോട്ട് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ പേര് ഇങ്ങനെ പറഞ്ഞു LDC കിട്ടിയില്ല, അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണ്. ഓക്കെ, അപ്പം ഞാൻ അതിൽ നിങ്ങളെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ കടന്നുപോയ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഇതിൽ പലരും കടന്നു പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, PSCക്ക് ഇറങ്ങുന്ന കുട്ടികൾ ആദ്യം മനസ്സിലാക്കേണ്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, PSC എന്ന് പറയുന്നത് നമുക്ക് ഓടിപ്പോയി എടുക്കാൻ അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മളൊരു ഇതിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്ന, പുറത്തു നമുക്ക് കൂടുതൽ കിട്ടുന്ന നെഗറ്റീവ് വൈബ്സ് ആയിരിക്കും. ഇനി പഠിച്ചാൽ കിട്ടുമോ, ഇത്രയും ഏജ് ആയില്ലേ, അതൊന്നാമത്തെ ക്വസ്റ്റ്യൻ. പുറത്ത് പോയിക്കൂടെ, വേറൊരു ക്വസ്റ്റ്യൻ. ഇപ്പം PSC കൂടുതലും പാർട്ടിക്കാർ, താൽക്കാലികക്കാരൊക്കെ ഇരിക്കും. അങ്ങനെ കുറേ നമ്മളെ എങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാമോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കേൾക്കും. അപ്പം അത് ഒരു സൈഡിൽ കൂടി കേട്ട് മറ്റൊരു സൈഡിൽ കൂടി കളയുക, അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ PSC ജേർണി ഭയങ്കര ഈസിയാണ് എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. അതിൻ്റെ ചിലപ്പോൾ ആദ്യത്തെ എക്സാം നമ്മൾ എഴുതി, ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാകത്തില്ല, ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് മാർക്കിൽ പുറത്തു പോവും. ആ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ ഓക്കെ സാരമില്ല, അടുത്ത് നമുക്ക് കിട്ടും എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലായിരിക്കണം പോകേണ്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഇത്രയും വീഡിയോസ് നിങ്ങൾ ഇടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അപ്പം എൻ്റെ സ്ട്രാറ്റജി ആയിരിക്കില്ല, ഞാൻ ഫോളോ ചെയ്ത രീതി ആയിരിക്കത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും സക്സസ് സ്റ്റോറീസ് കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന സമയക്രമോ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സമയമോ അല്ലെങ്കിൽ സബ്ജക്ട്സോ ആയിരിക്കത്തില്ല നിങ്ങളുടേത്. മനസ്സിലായോ? എൻ്റെ മെൻ്റൽ കപ്പാസിറ്റി ആയിരിക്കത്തില്ല നിങ്ങളുടേത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതെല്ലാം കാണുക, ഇതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത് അത് മാത്രം എടുക്കുക. അത് ആദ്യം നിങ്ങൾ ചെയ്യണം. അല്ലാതെ എൻ്റെ വീഡിയോ കണ്ടു ഞാൻ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്തു, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ വേറൊരാളുടെ വീഡിയോ കണ്ടു അത് ഇതിലും കേട്ട് കുറച്ചും കൂടി നല്ലതാണ്, അപ്പോൾ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യാം എന്നുള്ള രീതി എടുക്കരുത്. നമ്മൾ വീഡിയോ കാണുക, നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല, പിന്നെ വേറെ ആർക്കാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു 2013 PG കഴിഞ്ഞു. ഒരു കുറച്ച് നാൾ PSC കോച്ചിങ് എന്ന് പറഞ്ഞൊരു 1 month പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വിട്ടു. അതിനിടയ്ക്ക് നെറ്റിൻ്റെ എക്സാം വന്നു, അങ്ങനെ നെറ്റ് പ്രിപ്പയർ ചെയ്തു, അത് കിട്ടി. അപ്പോഴത്തേക്ക് ഒരു ടേണിംഗ് പോയിന്റ് വന്നു. അതിനിടയ്ക്ക് പല കോച്ചിങ്ങിനൊക്കെ പോയി, ഒരു ടേണിംഗ് പോയിൻ്റായി ഞാൻ എന്ത് ചെയ്തു, കോളേജിൽ കയറി. അതോടെ എൻ്റെ PSC ജീവിതം തീർന്നു. കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങി, കുറച്ച് കാലം പഠിപ്പിച്ചു, പിന്നെ HOD ആയി. അങ്ങനെ 8-9 വർഷം ഞാൻ കോളേജിൽ അങ്ങനെ പോകുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ 2022 മാർച്ച് തൊട്ട് ഞാൻ PSC പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അതുവരെ ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്യും, പോയി എഴുതും, ചിലപ്പം കൂടുതൽ ഞാൻ പോകാറില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ പോകുക. അപ്പം 2019 LDC എക്സാം ആ ഒരു സമയത്ത്, ഇത് തൊട്ട് മുന്നേ നടന്നൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം എക്സാം നടന്ന എനിക്കൊരു 20 കറക്റ്റ് ഇയർ എനിക്ക് ഓർമ്മയില്ല, കൊറോണ സമയത്തൊക്കെയുള്ള. അത് ഞാൻ വെറുതെ പോയി എഴുതി, കിട്ടിയില്ല. ഓക്കെ, പിന്നെ ഞാൻ കോളേജിൽ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 22 ആയപ്പം എനിക്ക് തോന്നി അത് വേണ്ട, അങ്ങോട്ട് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ PSCയിലോട്ട് വരുന്നത്. 2022 മാർച്ച് തൊട്ട് ഞാൻ PSC പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എനിക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കും. ഞാൻ എന്താ പറയുക, കോളേജിൽ പഠിപ്പിച്ചുകൊണ്ട സമയത്ത് എനിക്ക് സാലറി ഉണ്ട്, അപ്പോൾ എക്സാമിന് അപ്ലൈ ചെയ്യും, ഞാൻ വേണമെങ്കിൽ പോകും അല്ലെങ്കിൽ പോകത്തില്ല, ചിലപ്പോൾ പഠിക്കും, അങ്ങനെ. അപ്പം നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ആയാണെങ്കിലും ആ ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുള്ളൂ. അങ്ങനെ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്തുണ്ടായിരുന്ന എക്സാംസ് ആയിരുന്നു LGS, കമ്പനി ബോർഡ് LGS, VFA, അങ്ങനത്തെ കുറേ എക്സാംസ്. അങ്ങനെ എനിക്ക് പ്രിലിംസ് LGSനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് VFAയുടെ പ്രിലിംസ് കിട്ടി, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു. അതിനെനിക്ക് മെയിൻ ലിസ്റ്റിൽ വന്നു. അപ്പം ആദ്യമായിട്ട് നമ്മളൊരു മെയിൻ ലിസ്റ്റിൽ വരുമ്പോൾ, അതുവരെ നമ്മൾ പല എക്സാംസൊക്കെ എഴുതി പൊട്ടി, അങ്ങനെ ഇതിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്, അടുത്ത എക്സാം എനിക്ക് പിടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് കമ്പനി ബോർഡിൻ്റെയൊക്കെ മെയിൻ എക്സാം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് VFA എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സന്തോഷം,
ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കമ്പനി ബോർഡ് പഠിക്കണമെന്നേ തോന്നിയില്ല. പ്രിലിംസ് റിസൾട്ട് വന്നു, ഓക്കെ പ്രിലിംസ് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. മെയിൻസ് ഞാൻ പഠിച്ചില്ല, 2 മെയിൻസും ഉണ്ടായിരുന്നു, 2 മെയിൻസ് പഠിച്ചില്ല. എക്സാം ഹോളിൽ പോയി ഞാൻ 100 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു, 100 അറ്റൻഡ് ചെയ്തു. അങ്ങനെ 8 തവണ പൊട്ടി. അപ്പോൾ എനിക്ക് തോന്നി എക്സാം ഹോളിൽ ഒരിക്കൽ പോയി നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യരുത്. ഞാൻ 100 ക്വസ്റ്റ്യൻ വെച്ചാൽ ഞാൻ വെറുതെ കറക്കി കുത്തിയൊക്കെ ഇങ്ങനെ 1, 2, 3 എന്നൊക്കെ എണ്ണിയൊക്കെ അറ്റൻഡ് ചെയ്തു. കാരണം എൻ്റെ ധാരണ ഡിഗ്രി നമ്മൾ ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ഒരിക്കലും ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈവൻ 10th ലെവൽ ക്രാക്ക് ചെയ്യാത്ത പല കുട്ടികളും അതിൻ്റെ ഡിഗ്രിയുടെ മെയിൻ ലിസ്റ്റിൽ നല്ല റാങ്കോടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മണ്ടത്തിലൊക്കെ കാണിച്ചു. അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് SIയുടെ എക്സാം, SI യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് യൂണിവേഴ്സിറ്റി വേണ്ട, SI മതിയെന്ന് തോന്നി. അങ്ങനെ ഞാൻ SIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ SIയുടെ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് SIയുടെ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു SI വേണമെന്ന്. പക്ഷേ SIയുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പിന്നോട്ട് പോയി. എനിക്ക് ഫിസിക്കലിന് പോകാൻ വയ്യ. ഫിസിക്കൽ ഞാൻ പോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ മനസ്സിൽ LDC വിളിക്കാൻ പോകും, LDC എക്സാം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ SI അങ്ങ് ഉപേക്ഷിച്ചു, ഫിസിക്കലിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ LDCക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ ഇപ്പം ഇത്ര കുറേ നീട്ടി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പ്രിപ്പറേഷൻ രീതി പറയാം. ഇത് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം. ആദ്യം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒരാൾ 15 മണിക്കൂർ പഠിച്ചു, ഒരാൾ 10 മണിക്കൂർ പഠിച്ചു. ആ മണിക്കൂറിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു, അതാണ് കാര്യം. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി വെച്ചിട്ട് എനിക്ക് രാത്രി, എനിക്ക് കുഞ്ഞുണ്ട്, ഹസ്ബൻഡുണ്ട്, ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പം എനിക്ക് രാത്രി ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ ചില കുട്ടികൾ 12 മണി 1 മണി വരെ ഇരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ആ രീതി എനിക്കൊട്ടും വർക്കല്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ ഒരു സമയം നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കണം. നമുക്ക് ഏത് സമയത്താണ് നമ്മുടെ കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്, അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ ഉറങ്ങണം, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണ് കൂടുതൽ ക്ഷീണം വരുന്നത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പം ഞാൻ കണ്ടുപിടിച്ച സമയം എനിക്ക് 3 മണി തൊട്ടുള്ള പഠനം ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി. അപ്പം ഞാൻ എല്ലാ ദിവസവും എൻ്റെ എന്താ പറയുക PSC 2022 തൊട്ടുള്ള സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് തന്നെ എനിക്ക് 3 മണിക്കുള്ള സ്റ്റഡി ഭയങ്കര എഫക്റ്റീവായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും 2:45 അലാം വയ്ക്കും. എന്നിട്ട് ഞാൻ എണീക്കും. ഞാൻ ഒരു 3 മണിക്ക് എൻ്റെ 2:45 എണീറ്റാലും നമ്മൾ ഫ്രഷ് ആയൊക്കെ വരുമ്പോൾ 3 മണിയാവും. ഞാൻ 3 മണിക്ക് എൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്യും. 3 മണിക്ക് എണീറ്റ് ഒന്ന് നടന്ന് പിന്നെ കാപ്പിയൊക്കെ ഇട്ട് എനിക്ക് ആ കാപ്പിയെ കുടിച്ച് ഒന്ന് മറിച്ച് നോക്കുമ്പോഴേക്ക് നമ്മുടെ ആ ഒരു ഉറക്കമൊക്കെ നല്ലവണ്ണം മാറും കേട്ടോ. എന്നിട്ട് ഞാൻ 3 മണി തൊട്ട് ഒരു 7 മണി വരെ പഠിക്കും. പിന്നെ ഒരു 8:15 തൊട്ട് ഒരു 10:15 വരെ പഠിക്കും. ഈ ഒരു ടൈം ഷിഫ്റ്റ് ഉണ്ടല്ലോ, അത് എൻ്റെ സ്റ്റഡീസ് ഒരു ദിവസത്തെ എൻ്റെ പഠനത്തിൽ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് ഈ 3 മണി തൊട്ട് 7 മണി വരെയുള്ള സമയവും പിന്നെ 8 മണി തൊട്ട് 8:15 തൊട്ട് ഒരു 10:15 വരെയുള്ള സമയം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ടൈമാണ്. കാരണം ഈ സമയത്ത് എല്ലാവരും ഉറക്കം, എൻ്റെ കുഞ്ഞുറക്കം, അത് നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് എൻ്റെ ഇടയ്ക്ക് ആരും വന്ന് വിളിക്കത്തില്ല, അല്ലെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്യേണ്ട, നമുക്ക് ആരും ഫോൺ വിളിക്കത്തില്ല, അങ്ങനെ. അപ്പം ഞാൻ ഈ 2:45 എണീറ്റ് 3 മണി പഠിക്കുമ്പോൾ ഞാൻ ആദ്യം പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കറണ്ട് അഫെയർസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ സമയത്ത് എന്താ പറയുക, നമ്മുടെ മാത്സോ ഇംഗ്ലീഷ് മലയാളം ഈ സബ്ജക്റ്റ് ഒന്നും എൻ്റെ ഈ ഫ്രഷ് ആയിട്ടുള്ള ടൈമിൽ ഞാൻ എടുക്കില്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് ഈ GK ഒക്കെ പഠിക്കാൻ കുറച്ച് എഫേർട്ട് എനിക്ക് വേണം. അപ്പോൾ ഞാൻ ആ സമയത്ത് ഓരോ സബ്ജക്റ്റിന് 1/2 മണിക്കൂറോ അങ്ങനെ. പക്ഷേ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റിനും നോക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം മൺഡേ ഞാൻ എന്താ പറയുക, ഈ ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഹിസ്റ്ററി ഇപ്പം മൺഡേ പഠിക്കുവാണെങ്കിൽ ജോഗ്രഫി ഞാൻ ട്യൂസ്ഡേ പഠിക്കും. അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റിൽ എനിക്ക് സയൻസ് സബ്ജക്റ്റ് നല്ല ടഫുള്ള ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സയൻസ് സബ്ജക്റ്റിൽ ഫിസിക്സും ബയോളജിയും ഒരു ദിവസം നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഞാൻ കെമിസ്ട്രി നോക്കും, അങ്ങനെ. അപ്പോൾ ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒരു ദിവസം ഒരിക്കലും എനിക്ക് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തു. അതുപോലെ തന്നെ കറണ്ട് അഫെയർസ് ഞാൻ എണീക്കുമ്പോഴേ പഠിക്കും. 3 മണിക്ക് ഞാൻ എഴുന്നേൽക്കുവാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ കറണ്ട് അഫെയർസ് CA പഠിക്കും. ആ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CA എല്ലാവർക്കും കുറച്ച് ഡ്രൈ സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ബ്രെയിനൊക്കെ നല്ല എൻ്റെ തോന്നലാണ്, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് കരുതുന്നു, അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 3 മണി തൊട്ട് 3:30 വരെയുള്ള സമയത്ത് കറണ്ട് അഫെയർസ് വായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജ് വായിച്ച് വിടുകയല്ല, വായിക്കും പിന്നെയും വായിക്കും അതിനുള്ള സമയമുണ്ട് നമുക്ക്. ഇപ്പം നിങ്ങളിനി LGSനോ VFക്കോ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം ഉണ്ട് എന്ന് വെച്ച് പഠിക്കാതിരിക്കുന്നത്. പഠിച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈം ഉണ്ട്.
നമ്മൾ പഠിക്കാതെ നാളെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല. കാരണം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഷൂ എന്നും പറഞ്ഞ സമയം അങ്ങ് പോകും. അങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ്. 3 തൊട്ട് 7 വരാകുമ്പോഴത്തേക്ക് ഒന്നീ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിയും, ഇമ്പോർട്ടൻ്റ് ആക്ട് കഴിയും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്റ്റൊക്കെ ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് ഒറ്റ ആക്ട് പഠിച്ചു തീർക്കാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അതല്ല, നമ്മുടെ ബ്രെയിനിലോട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ മാറിപ്പോകും. അപ്പം ഞാൻ ആർ ടി ആണ് പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ അത് ഒരു അരമണിക്കൂർ കൊണ്ട് ഒന്ന് പഠിച്ചെത്താവുന്ന അതിൻ്റെ പകുതി, അല്ലെങ്കിൽ 3 ഡിവൈഡ് ചെയ്ത് ഒരു പോർഷൻ പഠിക്കും. അങ്ങനെ പഠിച്ചത്. അല്ലാതെ എനിക്ക് ഒറ്റ ദിവസം ഈ ഒരു ആക്ട് ഫുള്ള് പഠിക്കാൻ ഞാൻ നോക്കത്തില്ല. അങ്ങനെ പറ്റുന്ന ആക്ടുണ്ട്. പിന്നെ ഈ വനിതാ കമ്മീഷൻ, പിന്നെ വിമൻസ് ആക്ട്, അങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ്, അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരിക്കലും ഹെക്റ്റിക്കായിട്ട് ടൈം ടേബിൾ ഇട്ട് പഠിക്കരുത്. മനസ്സിലായോ? നമുക്ക് പഠിക്കുക, നമുക്കൊരു എന്ത് സംഭവം അറിയാം, ഞാൻ കിടക്കുന്നതിന് തലേ ദിവസം ഈ ടൈം ടേബിൾ ഇട്ട് വെക്കും. പിറ്റേ ദിവസം രാവിലെ എന്ത് പഠിക്കണമെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ എണീറ്റ് ഈ ബുക്കൊക്കെ നോക്കി, സിലബസൊക്കെ നോക്കി, ടോപ്പിക്സ് കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം പോകും. അപ്പോഴത്തേക്ക് നമ്മുടെ ആ മൈൻഡ് അങ്ങ് മാറും. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോഴേ ടോപ്പിക്സ് എല്ലാം സെറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് പഠിക്കും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ ഉടനെ വേറെ മൊബൈൽ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, പരിപാടിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും എപ്പോഴും, അതെന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് LDC നേടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കുക. അങ്ങനെ പഠിക്കുക ഞാൻ പറയത്തില്ല. നിങ്ങളുടെ സമയം, നിങ്ങൾക്ക് രാത്രിയാണ് നിങ്ങളുടെ സമയം നല്ലതെങ്കിൽ നിങ്ങൾ രാത്രി പഠിക്കുക. നിങ്ങൾക്ക് വെളുപ്പിനെ എണീറ്റ് പഠിക്കാൻ പറ്റും, നിങ്ങൾ വെളുപ്പിനെ പഠിക്കാം. പിന്നെ ഈ 8:15, അതായത് 7 തൊട്ട് 8:15 എൻ്റെ കുഞ്ഞുണ്ട്. കുഞ്ഞിനെ പെട്ടെന്ന് രാവിലെ ഒരുക്കി സ്കൂളിൽ ഇടണം, കൊണ്ടുള്ള സാധനങ്ങൾ റെഡിയാക്കണം. ആ ഒരു സമയം ഞാൻ അങ്ങനെ മാനേജ് ചെയ്യും. പിന്നെ 8 മണിക്ക് മോള് സ്കൂളിൽ പോയിട്ടാണ് പിന്നെ അടുത്ത എൻ്റെ ഷിഫ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ 8:15 തൊട്ട് 10:15 വരെ 10:15 വരെ വീണ്ടും ഞാൻ ഈ GK പോർഷൻസ് തന്നെ, സയൻസോ അങ്ങനെ ഏതെങ്കിലും സബ്ജക്ട്സ് പഠിക്കും. 10:15 തൊട്ട് പിന്നെ ഞാൻ 10:15 തൊട്ട് 1:30 വരെ ഞാൻ ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും, വീട്ടിൽ ജോലി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഫുൾ ടൈം പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സീരിയലൊക്കെ കാണുമായിരുന്നു. അപ്പോൾ സീരിയൽ ഇങ്ങനെ അരമണിക്കൂർ അങ്ങനെയൊന്നുമല്ല, കുഞ്ഞു ക്ലിപ്പിങ്സ് യൂട്യൂബ്സിലൊക്കെ വരുമല്ലോ. അപ്പോൾ അത് ഞാനിങ്ങനെ എന്താ പറയുക, ആ കുഞ്ഞ് വീഡിയോസ് തന്നെ ഞാൻ സ്കിപ്പ് ചെയ്ത് ജസ്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഒരു മൈൻഡിൻ്റെ റിലാക്സേഷൻ. പക്ഷേ ഞാൻ ഇൻസ്റ്റയോ FBയോ എൻ്റെ പഠന സമയത്ത് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പഠിക്കണം എന്ന് തീരുമാനിച്ച അന്ന് തന്നെ ഞാൻ എൻ്റെ FB, എൻ്റെ ഇൻസ്റ്റ എല്ലാം ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്തു. അതുപോലെ എനിക്കൊരു വാട്സാപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ വാട്സാപ്പും ഞാൻ ഉപേക്ഷിച്ചു. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കയറുമ്പം നമുക്ക് ഡീമോട്ടിവേഷൻ തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പഠനത്തെ ബാധിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പഠനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നിനും ഞാൻ എന്നിലോട്ട് അടുപ്പിച്ചിട്ടില്ല. എന്നുവെച്ചാൽ അതിപ്പോൾ നമ്മുടെ ചില ഫ്രണ്ട്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ വാട്സപ്പിൽ ചിലരുടെ സ്റ്റാറ്റസുകളായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വരുന്ന പോസ്റ്റുകളായിരിക്കാം. ഇങ്ങനത്തെ ഒന്നിനെയും ഞാൻ എൻ്റെ പഠന സമയത്ത് അടുപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഫോൺ കോൾസ് ഞാൻ എടുക്കാറുണ്ടായിരുന്നില്ല. ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പറയാം, 1:30 വരെ എനിക്ക് ഫ്രീ ടൈമാണ്. ഫ്രീ ടൈമിൽ എനിക്ക് കുക്ക് ചെയ്യാം, വീട് ക്ലീൻ ചെയ്യാം, പിന്നെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാം, കുറച്ച് യൂട്യൂബ് നോക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 1:30 തൊട്ട് വൊക്കാസ്പീഡിയ എല്ലാ ദിവസവും അവരുടെ ഗ്രൂപ്പിൽ PYQ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഞാൻ ആ PYQ എല്ലാ ദിവസവും ചെയ്യും. എല്ലാ ദിവസവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് മസ്റ്റാണ്. പക്ഷെ ഞാൻ 1-2 തെറ്റുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ പറയാം. PYQ ചെയ്യുമ്പം നമ്മൾ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ ഒരു OMR കാണിച്ചു. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, അതിനകത്ത് 1-2 പേജസിലുള്ള ബബിൾ ചെയ്തേക്കുന്നത്, ബാക്കിയെല്ലാം ടിക്കിട്ട് പോവാം. അപ്പോൾ എനിക്ക് ഞാൻ ബബിൾ ചെയ്യാത്ത കാര്യം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് വരുമ്പോൾ 1.25 മണിക്കൂർ എടുക്കും. അപ്പം എനിക്ക് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ അത്രയും സമയം പോകുന്ന ടെൻഷൻ കാരണം ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് ടിക്ക് ചെയ്ത് എന്നിട്ട് ആൻസർ കീ നോക്കും, എന്നിട്ട് നെഗറ്റീവൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. അങ്ങനെ അല്ലാതെ ഞാൻ ബബിൾ ചെയ്യത്തില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ബബിൾ ചെയ്ത് തന്നെ ചെയ്യണം. എന്നിട്ട് ആൻസർ നോക്കി മാർക്ക് എഴുതും. എന്നിട്ട് പിന്നെ ഒരു 1/2 മണിക്കൂർ ഇത് ഏത് ഏരിയയിൽ നിന്ന് വന്നു, ഇതെന്തുകൊണ്ട് തെറ്റി, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ അത് സെറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ഒരു 2:45 ആവും.
അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ തൊട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതായത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് അത്ര നേരമൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. രാവിലെ ഞാൻ 3 മണിക്ക് എഴുന്നേറ്റു, 7 മണി വരെ പഠിച്ചു. പിന്നെ 8:15 തൊട്ട് 10:15 വരെ പഠിച്ചു. ഉച്ചയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോഴത്തേക്ക് ഓക്കെ, എനിക്ക് ഇനി ഒരു തലയിലോട്ടൊന്നും കയറത്തില്ല, GK കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പിന്നെ എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ആയിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2:45 ഇതെല്ലാം കഴിഞ്ഞിട്ട് 2:45 തൊട്ട് 4 മണി വരെ മാത്സ് ചെയ്യും. ഞാൻ ജെറിൻ സാറിൻ്റെ മാത്സാണ് ഫോളോ ചെയ്തത്, ഇസ്മയിൽ സാറിൻ്റെ മാത്സും. അപ്പം ഇത് ഒരു 4 മണി വരെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ 4 മണിക്ക് പഠിത്തം നിർത്തി പിന്നെ ഞാനൊരു 6 മണി എൻ്റെ കാര്യങ്ങൾ, കുഞ്ഞു വരും, കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഒരു 6 മണിയാണ്. 6 മണി തൊട്ട് പിന്നെ 7 മണി വരെ ഞാൻ മാത്സിന് ഒരു ദിവസം ഒരു 2-2.25 മണിക്കൂറും മാറ്റി വെക്കുമായിരുന്നു. അപ്പം അതാ പറഞ്ഞു, എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്ക് ആവണമെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റ് കണ്ടുപിടിച്ച് അതിന് നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ടഫ് ആ സബ്ജക്റ്റിന് കൂടുതൽ ടൈം കൊടുക്കുക. അങ്ങനെ അപ്പോഴത്തേക്കും മണി 7 മണിയായപ്പോഴത്തേക്ക് മാത്സും കഴിഞ്ഞു. പിന്നെ നമ്മുടെ 7 മണി തൊട്ട് 8 മണി വരെ സമയത്ത് ഞാൻ ഇംഗ്ലീഷ് ചെയ്യും. ഇംഗ്ലീഷ് എൻ്റെ കയ്യിൽ, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇംഗ്ലീഷ് ഞാൻ വീഡിയോസും കാണാറുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ലക്ഷ്യയുടെ ഒരു PYQൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അത് കൂടാതെ ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 1 മണിക്കൂർ ഇംഗ്ലീഷിന് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇംഗ്ലീഷിനും മാത്സിന് ഞാൻ എല്ലാ ദിവസവും സമയം കൊടുത്തു. ഇംഗ്ലീഷ് ഞാൻ പാടാണ് എന്ന് വെച്ചാൽ ഭയങ്കര പാടൊന്നുമില്ല. പിന്നെ മലയാളത്തിൽ ഞാൻ ഇപ്പോൾ ഈ തിങ്കളാഴ്ച ഞാൻ ഇംഗ്ലീഷും മാത്സ് നോക്കുവാണെങ്കിൽ അടുത്ത ദിവസം ചൊവ്വാഴ്ച ഞാൻ നമ്മുടെ മലയാളവും മാത്സ് നോക്കും, ഇംഗ്ലീഷിനെ ഒഴിവാക്കും, പിന്നെ റിപ്പീറ്റ് അടുത്ത ദിവസം. അപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം 8 മണിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ അപ്പം അത്രയും പഠിച്ചു. പിന്നെ ഉള്ള സമയം ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ ഉള്ള 10 മണി വരെയാണ് എൻ്റെ സ്റ്റഡി, 10:15 വരെ. അപ്പം ഞാനൊക്കെ നേരത്തെ ഡിന്നർ കഴിക്കുന്ന ആളാണ്. 6 മണി ആ സമയത്ത് ഡിന്നർ കഴിക്കും. അതുകൊണ്ട് പിന്നെ അതിന് വേണ്ടി എണീക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ 8 മണിയുടെ പിന്നെയും 10 മണിയുടെ സമയമുണ്ട്. ഞാൻ 10 മണിയാകുമ്പോൾ കിടക്കും. അപ്പോൾ ഈ പിന്നെയും 2 മണിക്കൂറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ടോപ്പിക്സ് ഉണ്ട്, ഈ വനിതാ കമ്മീഷൻ, അതുപോലെ എന്താ പറയുക മനുഷ്യാവകാശ കമ്മീഷൻ, അതിനകത്തൊക്കെ എത്ര മെമ്പേഴ്സിൻ്റെ കാലാവധി, അംഗങ്ങളുടെ കാലാവധി, ഇതൊക്കെ ഞാൻ എപ്പോഴും മറന്നു. അപ്പം അങ്ങനെ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് ഇങ്ങനെ തന്നെ ഓർത്ത് എഴുതാൻ നോക്കും. ചുമ്മാ ഒരു കുഞ്ഞു പേപ്പർ എടുത്തിട്ട് മനുഷ്യാവകാശത്തിൻ്റെ കാലാവധി എത്ര നാൾ, അല്ലെങ്കിൽ എന്താ പറയുക വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധി ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, ഇത് എല്ലാ ദിവസവും ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതൊന്ന് എഴുതാൻ നോക്കും. അതുകൂടാതെ നമ്മൾ രാവിലെ പഠിച്ച് മാറ്റി GK ഉള്ളു, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഫുള്ള് വായിക്കുകയല്ല, നമ്മൾ പഠിക്കുമ്പം തന്നെ നമുക്കറിയാം ഒരു ടോപ്പിക്ക് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ എടുത്തു. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം എന്തൊക്കെ ടോപ്പിക്ക് നമുക്ക് എപ്പോഴും തെറ്റുന്നു, നമ്മൾ PYQ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടിക്കിടുക. അപ്പം നമുക്ക് രാത്രി കിടക്കുന്ന ആ ഒരു ഏരിയ മാത്രം ഒന്ന് വായിച്ചാൽ മതി, മനസ്സിലായോ? അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ പഠന രീതി എന്ന് പറയുന്നത്. ഇത് ഞാൻ റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം ഇങ്ങനെ ഫങ്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തു. ഞാൻ വേറൊന്നും കൊണ്ടല്ല, അപ്പം അങ്ങനെ ഒന്നും അവോയ്ഡ് ചെയ്യാത്ത ആൾക്കാർക്കും PSC കിട്ടും ഈസി ആയിട്ട്. പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയാൻ കാര്യം, ഇപ്പം ഞാനൊരു ഫംഗ്ഷന് പോയി, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇന്നേ തുടങ്ങും അതിന് പോകാനുള്ള എന്താ പറയുക കാര്യങ്ങളൊക്കെ. നാളെ അവിടെ പോയിട്ട് പിന്നെ മൈൻഡിൽ PSC കാണത്തില്ല. നമ്മുടെ മൈൻഡ് മൊത്തം അവിടെ ചെന്ന് ആ ഫംഗ്ഷൻ്റെ ആഘോഷങ്ങളും തിരിച്ച് വന്നാൽ പിന്നെ 2 ദിവസം അതിൻ്റെ ഒരു ഹാങ് ഓവർ. അപ്പം അത് നമുക്ക് വലിയൊരു ബ്രേക്ക് തരും. അപ്പം എനിക്ക് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരുന്നു. ഞാൻ കൊണ്ടും അധികം പോകുന്നത് ഭയങ്കര കുറവായിരുന്നു. ഈവൻ ഞാൻ എവിടെ പോയാലും എൻ്റെ ഈ ഫോൺ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട കണ്ടീഷൻ വരുവാണെങ്കിൽ ഞാൻ അപ്പം ചെയ്യുന്നത് ഞാൻ വേറൊന്നുമല്ല, കറണ്ട് അഫെയർസ്. ഇപ്പോൾ കുഞ്ഞിനെ കൂടെ ഹോസ്പിറ്റലിൽ പോയാലാണെങ്കിലും ഞാൻ അവിടെ നിന്ന് കറണ്ട് അഫെയർസ് വായിക്കും. അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെയ്യണമെന്നല്ല. അപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ആൾക്കാരുടെ പഠിക്കുന്നുണ്ട്. അപ്പം എനിക്ക് കയറി വരണമെങ്കിൽ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അപ്പം അതുമല്ല, ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ, ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് എല്ലാവരും PSC പഠിക്കാൻ വരുന്നുണ്ട്. അപ്പം അവരിടുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഞാൻ ഇടേണ്ടി വരും. കാരണം എൻ്റെ മുന്നിൽ സമയമില്ല, മനസ്സിലായി. ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം PSC സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ സമയം വളരെ കുറവാണ്, അതെനിക്കറിയാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അതായത് ഞാൻ എവിടെ പോവുകയാണെങ്കിൽ എൻ്റെ ഒരു മൊബൈൽ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ എപ്പോഴും മൊബൈലുണ്ട്, നമ്മളെവിടെ പോയാലും സാധാ ഒന്ന് ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യും, FB സ്ക്രോൾ ചെയ്യും. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ കറണ്ട് അഫെയർസിൻ്റെ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ കൂടുതൽ ചെയ്തത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എല്ലാ ദിവസവും PYQ ചെയ്യുമായിരുന്നു. വൊക്കാബുലറി പീരീഡ് PYQ ചെയ്യും. അതുകൂടാതെ എക്സാം എടുത്ത സമയത്തുണ്ടല്ലോ, ഒരു 3 മാസം മുന്നേ
തൊട്ട് ഞാൻ എൻട്രി, നമ്മുടെ കോമൺ ബാച്ച് ഉണ്ടല്ലോ എൻട്രിയുടെ 1500 എന്തോ കിട്ടുന്ന കോമൺ ബാച്ച്, അതിൽ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അത് നമ്മുടെ PYQ കാണും അതിൽ. അല്ലാതെ കുറച്ച് കട്ട ക്വസ്റ്റ്യൻസ് ആണ് അതിന് ചോദിക്കുന്നത്. ഞാൻ VFAയുടെ ടൈമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, VFAയുടെ മെയിൻ ലിസ്റ്റിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ LDSയുടെ സമയത്തും അതിനകത്ത് അവർ മോക്ക് ടെസ്റ്റ് നടത്തും. ആ മോക്ക് ടെസ്റ്റ് ചെയ്തതിനുള്ള ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഈ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാരും അതിനകത്ത് എക്സാം എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ എന്താ പറയുക, ഞാൻ കോട്ടയം ജില്ലയിൽ, ഇപ്പോൾ കോട്ടയം ജില്ലക്കാർ മാത്രമല്ല, ട്രിവാൻഡ്രം ജില്ലക്കാരും കോഴിക്കോടും എല്ലാ ഡിസ്ട്രിക്റ്റിലെ കുട്ടികളും ഈ LDC എക്സാമിൻ്റെ മോഡൽ എക്സാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ എക്സാം എഴുതും, എക്സാം എഴുതിയിട്ട് പിറ്റേ ദിവസം നമുക്ക് എൻ്റെ റാങ്ക് അറിയാൻ പറ്റും. മനസ്സിലായോ? രാവിലെ നമ്മൾ എണീക്കുമ്പം 8 മണിയാകുമ്പോഴത്തെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. ഇപ്പോൾ ടെൻഷൻ അധികം, 100-നകത്ത് കിട്ടുമോ അല്ലെങ്കിൽ 50-കകത്ത് വരുമോ. അപ്പം അങ്ങനെ കുറേ എക്സാം എഴുതും. അങ്ങനെ എഴുതാൻ കാര്യം, അപ്പം നമുക്ക് ഇത്രയും ജില്ലകളിലെ കുട്ടികളോട്ട് മത്സരിച്ച് നമുക്കൊരു 100-നകത്ത് മേടിക്കാൻ പറ്റുമോ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ മാത്രം മത്സരിക്കുമ്പോൾ നമുക്ക് ഒരു വേറൊന്നുമില്ല, നമുക്കൊന്ന് കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും എൻ്റെ എക്സാം എഴുതുമായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് വർക്കാവാത്ത കാര്യം, എല്ലായിടത്തും റിവിഷൻ സ്ട്രാറ്റജി പറയുമ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്ന കാര്യം എനിക്ക് വർക്കായില്ല. അതായത് നമ്മളെല്ലാവരും പറയും, ഇന്ന് നമ്മൾ പഠിച്ചു, ഇന്ന് പഠിച്ച കാര്യം നാളെ പഠിച്ചു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പഠിച്ചു, പിന്നെ ഒരു മാസം. പക്ഷേ എനിക്കത് വർക്കായിട്ടേ ഇല്ല. ഞാൻ സാറ്റർഡേ സൺഡേ റിവിഷന് വേണ്ടി യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ തിങ്കൾ ഞാൻ പഠിച്ച കാര്യം ചൊവ്വാഴ്ച ഞാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ ഞായറാഴ്ച നോക്കാൻ വേണ്ടിയല്ല മാറ്റി വെച്ചത്. ഇന്ന് പഠിച്ച കാര്യം നാളെ പഠിച്ചു, പിന്നെ എനിക്ക് ഞായറാഴ്ചയ്ക്ക് മുന്നേ ഏതൊക്കെ ദിവസമാകും ജസ്റ്റ് എനിക്ക് അറിയാത്ത കാര്യം ടിക്കറ്റ് വെച്ച് നോക്കാൻ പറ്റുന്നു അത്രയും ദിവസം ഞാൻ നോക്കും. അപ്പം നമുക്ക് ഇതിങ്ങനെ സമയം കിട്ടുന്നു നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന കാര്യം വ്യക്തമായിട്ട് പഠിക്കുക. എത്രത്തോളം ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു എന്നതിലല്ല, പഠിക്കുന്ന കാര്യം വ്യക്തമായിട്ട് പഠിക്കാം. അതുപോലെ SCRT ഞാൻ നല്ലപോലെ പഠിക്കുമായിരുന്നു. SCRT ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കുമായിരുന്നു. അതുകൂടാതെ എൻ്റെ കയ്യിൽ ലക്ഷ്യയുടെ ബുക്സും ഉണ്ടായിരുന്നു SCRTയുടെ. അപ്പോൾ ഞാൻ SCRT നല്ലപോലെ എനിക്ക് അത്യാവശ്യം നല്ലവണ്ണം എനിക്ക് SCRT അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാൻ വയ്യാത്ത സയൻസ് ഒക്കെ ഞാൻ ഒരുപാട് തവണ റിവൈസ് ചെയ്തു. എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി നല്ല ടഫായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒരുപാട് തവണ, എനിക്ക് എണ്ണം പറയാൻ അറിയത്തില്ല, അതേ കണക്ക് ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചില ആൾക്കാർക്ക് ഇത്രയും റിവൈസ് ചെയ്യേണ്ടി വരത്തില്ല, പക്ഷേ എനിക്ക് എന്നെക്കുറിച്ച് എൻ്റെ ഒരു മെൻ്റൽ കേപ്പബിലിറ്റിയെ പറ്റി എനിക്ക് നല്ലോണം അറിയാവുന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം ഇതിന് വേണ്ടി സയൻസിനും ഞാൻ ഏറ്റവും കൂടുതൽ സമയം കൊടുത്തത് മാത്സിനും സയൻസിനുമായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഞാൻ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് പേരോട് ചോദിച്ചു കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുങ്ങിപ്പോവും. കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള കാര്യം ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് PYQ ചെയ്തു, ഒരുപാട് PYQ. പിന്നെ ഞാൻ പഠിക്കാതിരുന്നത് തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചിലർ പറയും തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും, നമുക്ക് കംഫർട്ട് അല്ലാത്ത സാധനങ്ങൾ പഠിക്കാതിരിക്കുന്നേ നല്ലത്. അപ്പോൾ എനിക്ക് തൊഴിൽ വാർത്ത തൊഴിൽ വീതി ഒരുപാട് കണ്ടന്റ് തരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാനത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അതുപോലെ തന്നെ എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പർ വൊക്കാബ് സ്പീഡിൽ മൺഡേ തൊഴിൽ വാർത്ത തൊഴിൽ വീതിയെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമായിരുന്നു, അതിനകത്തുള്ള മോഡൽ ക്വസ്റ്റ്യൻ. പക്ഷെ അത് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരുന്നു. അവരുടെ കട്ട് ഓഫ് ഒരിക്കലും ക്വാളിഫൈ ചെയ്യത്തുമില്ല, അതിന് മാർക്ക് കുറവ്. പക്ഷെ അതിനകത്ത് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ തൊഴിൽ വാർത്ത വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ തൊഴിൽ വാർത്ത വെച്ച് പഠിക്കുന്നവർക്ക് അവൻ്റെ മോഡൽ എക്സാം എഴുതുമ്പോൾ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മളെ വെച്ചിട്ട് വേറൊരാളുടെ മാർക്കോട്ട് കമ്പയർ ചെയ്യരുത്. അത് ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്ത വലിയൊരു തെറ്റായിരുന്നു. അതിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങളാണ് പറയുന്നത്, ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ വൊക്കാബ് സ്പീഡിലെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പിൽ മാർക്ക് പോസ്റ്റ് ചെയ്യണം, മനസ്സിലായോ? ഞാൻ ഗ്രൂപ്പിൽ മാർക്ക് പോസ്റ്റ് ചെയ്തില്ല. എനിക്ക് അത്യാവശ്യം ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഗ്രൂപ്പിൽ ഞാൻ മാർക്ക് പോസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ ഞാൻ അതിനകത്തുള്ള മാർക്ക് നോക്കും, മനസ്സിലായോ? അതിൽ ടോപ്പ് വരുന്ന ആളുടെ അടുത്ത് ഞാൻ പോയിട്ട് ടെലിഗ്രാമിൽ ചോദിച്ചിട്ടുണ്ട് മാർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ. അപ്പം പല കുട്ടികളും പറഞ്ഞു തരാറുണ്ട്. അപ്പം ഞാൻ ഇതേ കണക്ക് ഇങ്ങനെ എന്താ പറയുക, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അതിൽ ടോപ്പ് വെച്ച ആളുടെ അടുത്ത് എത്താൻ വേണ്ടി ശ്രമിക്കും. അല്ല, എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് അവരുടെ അടുത്ത്, അവരാണ് എൻ്റെ ബെഞ്ച് മാർക്ക്, അവിടെ ചെന്നിട്ട് അവിടെ എത്താൻ നോക്കുക ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനും അത് നിങ്ങളുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയിട്ട് ഇങ്ങനെ വിഷമിക്കുമല്ലോ, എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയായിരുന്നു, ആരുടെടുത്തും പോയി മാർക്ക് ചോദിക്കരുത്, ആരുടെയും മാർക്ക് നോക്കരുത്,
നമ്മൾ എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാൻ നോക്കൂ അത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന്. പക്ഷേ എന്നാലും എനിക്ക് മനസ്സമാധാനമില്ല. ഞാൻ ചോദിക്കും. പക്ഷെ അങ്ങനെ എനിക്കൊരു പണിയും കിട്ടി. അപ്പോൾ കോട്ടയം എക്സാം നമ്മൾ ഏത് ജില്ലയെന്നല്ല, ഇപ്പോൾ LDC എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ജില്ലയാണെന്ന് തിരക്കും. അപ്പം ഒരു കുട്ടി നല്ല മാർക്ക്, എപ്പോഴും നല്ല മാർക്ക്, എന്നെക്കാട്ടി നല്ല വ്യത്യാസം മാർക്കിന്. അപ്പം ഞാൻ ഭയങ്കര ഇവർക്ക് എങ്ങനെ പഠിക്കുന്നു, ഇവരോട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് പലരുടെയും മനസ്സിൽ കാണുന്ന ചിന്ത ഞാൻ പറയട്ടെ. ഇത്രയും പേര് അപ്ലൈ ചെയ്തു, ഇത്രയും പേര് ഭയങ്കര പഠിത്തമായിരിക്കും, നമുക്ക് എങ്ങനെ കിട്ടും എന്നൊരു ചിന്ത എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. പക്ഷേ നമ്മളതൊന്നും നോക്കരുത് കേട്ടോ. നമ്മുടെ കാര്യം നമ്മൾ സ്വയം ചെയ്താലുണ്ടല്ലോ, നമുക്ക് ചെയ്യാവുന്നതിന് മാക്സിമം നമ്മൾ ചെയ്തോ, നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. അത് 100% ആണ്. കാരണം എനിക്ക് എൻ്റെ അനുഭവമുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് എഫേർട്ട് ഇട്ടു, അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഇത് കണക്കൊരു കുട്ടിയോട് ഇങ്ങനെ മാർക്ക് ചോദിക്കും, അപ്പോൾ അതിനെപ്പോഴും നല്ല മാർക്ക്. അപ്പോൾ ഞാൻ എക്സാം ഹാളിൽ വെച്ചിട്ട് വരെ എൻ്റെ എക്സാം എഴുതിയപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്കായിരിക്കും ഫസ്റ്റ് റാങ്ക് എന്ന്, കോട്ടയത്ത്. പക്ഷേ റിസൾട്ട് വന്നപ്പം അതിൻ്റെ റാങ്ക് അതിൻ്റെ റാങ്ക് നല്ല ബാക്കിപ്പോൾ എനിക്ക് 400 ആ റേഞ്ചിൽ പോയി. അപ്പം നമ്മുടെ കാര്യം മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മാർക്കുമായിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓക്കെ, അവർക്ക് എന്തുകൊണ്ടും കിട്ടട്ടെ, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അതുപോലെ PYQ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PYQ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തെറ്റി, പിന്നെ ഒരു എക്സാം എഴുതുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ചില ആൾക്കാർ, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, റെയർ തപ്പിപ്പോവും. എന്താ പറയുക, വലിയ വലിയ ടെക്സ്റ്റ് തപ്പിപ്പോവും. ആക്ച്വലി നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടാനുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. റെയർ തപ്പി പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെയർ നമുക്ക് കിട്ടും. റെയർ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പിൽ വരണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ടോപ്പിൽ വരാതിരിക്കുന്നത് എപ്പോഴാണെന്നറിയോ, എല്ലാവർക്കും കിട്ടുന്ന സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ റാങ്കിൽ ഒരുപാട് ബാക്കി പോകും. ഈ റെയർ സാധനം എല്ലാവർക്കും കിട്ടണമെന്നില്ല, അത് കുറച്ച് ആൾക്കാർക്ക് കിട്ടത്തുള്ളൂ, അവർ അതെടുത്തോട്ടെ. പക്ഷെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന സാധനം നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മൾ ബാക്കി പോകുന്നത്. അപ്പം പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് തേടി പോകരുത്. അപ്പം ഞാൻ എല്ലാ ബാച്ചും എടുത്ത് വെച്ചേക്കും. എനിക്ക് ഈ ക്ലാസ് എടുത്ത് വെച്ചിട്ട് എനിക്ക് സമാധാനം കിട്ടത്തില്ല. അപ്പം ഞാൻ എല്ലാ ബാച്ചും എടുത്ത് വെച്ചേക്കും. പക്ഷേ ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ റാങ്ക്, അത് കൂടുതൽ ഞാൻ വ്യക്തമായിട്ട് വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ രീതി ചോദിച്ചോട് പറയാം, റാങ്ക് ഫെയിൽ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ കണക്കാണ്. പക്ഷെ ഞാൻ എൻ്റെ ഈ പഠനത്തിൻ്റെ ഇടയ്ക്ക് വിരലിലുണ്ടാവുന്ന ദിവസം മാത്രമേ ഞാൻ പഠിക്കാതിരുന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ ചില ദിവസം നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന ദിവസം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഒരു ഫിലിം കാണുകയോ അങ്ങനെ ബീച്ചിൽ പോവുകയോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ചിലപ്പോൾ പഠിച്ച് ഭയങ്കര ഹെക്റ്റിക്കായി എനിക്ക് വന്നൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഭയങ്കര നെഗറ്റീവ് തിങ്കിങ് ആയിരുന്നു, മനസ്സിലായോ? എനിക്ക് എല്ലാ ദിവസവും എന്ത് സംഭവിച്ചാലും അതിനകത്ത് നെഗറ്റീവ് മാത്രമേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ബോഡിക്ക് അസുഖം വന്നാൽ, ഒരു പനി വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ്, എനിക്കത് ഭയങ്കര ഡിസ്കംഫേർട്ടായിട്ട് തോന്നിയോണ്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു കൗൺസിലിങ്ങൊക്കെ പോയി. എൻ്റെ മൈൻഡ് വേറെ ഒന്നുമില്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ഒന്നുമില്ല. നമുക്ക് വേറൊരാളോട് സംസാരിക്കുമ്പോൾ, അപ്പം നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നവരുടെ പൈസ കൊടുത്ത് നമ്മൾ ഒരാളെ കാണുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അവർ കുറച്ച് ടെക്നിക്സ്, നമ്മുടെ എന്താ പറയുക, നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പലരും പറയാറുണ്ട് വീട്ടിൽ സപ്പോർട്ടില്ല, അല്ലെങ്കിൽ അമ്മായിയമ്മ സപ്പോർട്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ആരുമില്ല, നമുക്ക് പ്രശ്നങ്ങൾ പറയാൻ ആരുമില്ല, അങ്ങനെയൊക്കെ. അപ്പം ഓക്കെ, വീട്ടിൽ സപ്പോർട്ട്, നമുക്കൊരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കാൻ നമ്മുടെ ഫ്രണ്ട്സിന് പറ്റും. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം, എനിക്ക് പഠിച്ചുകൊണ്ട സമയത്ത് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, വളരെ കുറച്ച് ഫ്രണ്ട്സ്, ഒരു 4-5 കുട്ടികൾ. അപ്പോൾ ഇവരെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് പഠിത്തം മാത്രമല്ല, അപ്പം എല്ലാവരും പഠന രീതി ചോദിച്ചു, പക്ഷെ പഠന രീതിക്ക് പുറമെ നമ്മുടെ മൈൻഡ് കംഫർട്ടായിട്ടിരിക്കുക, നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിരിക്കുക, അങ്ങനത്തെ ഒരു സ്റ്റേജും കൂടിയുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നിൽക്കുള്ളൂ. അങ്ങനെ അപ്പം എനിക്ക് അങ്ങനെ ഒന്നൊരു കംഫർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കിട്ടി. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. അപ്പം ഒരു ദിവസം എത്ര മണിക്കൂറിനൊന്നും അല്ല നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന സമയം അത് നല്ല രീതിയിൽ വിനിയോഗിക്കുക. അപ്പോൾ ഞാൻ രാവിലെ 3 മണി തൊട്ട് 7 മണി വരെ, പിന്നെ 8:15 തൊട്ട് 10:15 വരെ, പിന്നെ ഉച്ചയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമായിരുന്നു. പിന്നെ എൻട്രിയിലെ മോക്ക് ടെസ്റ്റ് എഴുതുമായിരുന്നു. പിന്നെ റിവൈസ് ചെയ്യുക, ഒരുപാട് തവണ റിവൈസ് ചെയ്യണം കേട്ടോ. ഒരു തവണ റിവൈഷൻ, 2 തവണ റിവിഷൻ, അങ്ങനെയൊന്നുമല്ല. എനിക്ക് പറ്റുന്നത്രയും റിവൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ സമയം അങ്ങനെ ഒരുപാട് അങ്ങനെ വേസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. എനിക്ക് പഠിക്കണം, ELDC എഴുതിയെടുക്കണം,
എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം, വാശി അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ പോസിറ്റീവ് തിങ്സിനെ അട്രാക്റ്റ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പഠന രീതിക്കകത്ത് ഞാൻ അതും കൂടിയൊക്കെ ചെയ്യുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൗലോ കൊയ്ലോ പറയുന്ന കണക്ക് തന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് തന്നെ അത് നമുക്ക് തരാൻ വേണ്ടി വില്ലിങ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര കറക്റ്റാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക, യൂണിവേഴ്സ് എനിക്ക് വേണ്ടി നിന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഭാഗം നമ്മൾ പെർഫെക്റ്റായിട്ട് ചെയ്യുക, അതിന് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ സ്ട്രാറ്റജി, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആദ്യം നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റാണ് ടഫ്, ഏതൊക്കെ സബ്ജക്റ്റിന് ഇത്ര സമയം കൊടുക്കണം എന്നൊക്കെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. നിങ്ങളെ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കണം. അതാണ് ഇപ്പം ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മളെ മനസ്സിലാക്കണം. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം, നമ്മൾ വിഷമിച്ച് പഠിക്കാതിരുന്നു ഒരു എക്സാം നമ്മൾക്ക് പോയി, നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നഷ്ടം വേറെ ആർക്കുമല്ല, നമുക്ക് മാത്രം. പിന്നെ നമ്മളോട് എക്സാം കിട്ടിയോ എന്ന് ചോദിക്കുന്നത് ആരും നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നവരല്ല, മിക്കവരും. എല്ലാവരും എന്നല്ല, നമുക്ക് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും നമുക്ക് കൂടുതലും ഉള്ളത്. മനസ്സിലായോ? അപ്പം നമുക്ക് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ PhD പഠിക്കുകയാണെന്ന് കഴിവതും ആരോടും പറയാതിരിക്കുക. നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്കും നമ്മുടെ ചെയ്യണമെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിൽ മാത്രം, അല്ലാതെ ഈവൻ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾക്കാരോട് പോലും ആരോടും നമ്മളൊരു തുറന്ന പുസ്തകമാവാതിരിക്കുക. നമ്മുടെ കാര്യം നോക്കി നമുക്ക് പഠിക്കാനുള്ള പഠിച്ച് അങ്ങനെ പോവുക. അല്ലാതെ പിന്നെ വേറൊരു കാര്യം, മാക്സിമം സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കുക. ഞാൻ ഈ ഫോൺ തന്നെ വളരെ എൻ്റെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ മെസ്സേജ് പോലും അയക്കത്തുണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ പറയുക, നമുക്ക് ഈ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ പറയും. അതിൽ ഏതൊക്കെ കാര്യം നമ്മൾ ഉള്ളോട്ട് എടുക്കുന്നത്, നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത്, അങ്ങനെ ഇതൊക്കെ നമ്മുടെ PSC അഫക്റ്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങളൊന്ന് എന്താ പറയുക, കുറച്ച് നാൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബ്രേക്ക് എടുത്ത് മനസ്സിൽ PSC കൊണ്ടുവന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. മാക്സിമം റിവൈസ് ചെയ്ത് എക്സാംസ് ഒക്കെ എഴുതി. ഞാൻ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ഇഷ്ടം പോലെ എഴുതുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് ബെല്ലെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇഷ്ടം പോലെ തിവയ്ക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾക്ക് ചെയ്യുക, നമ്മുടെ 100% നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും 200% തിരിച്ച് കിട്ടുമെന്ന് പറയുമല്ലോ. അതാണ് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഞാൻ എൻ്റെ 100% കൊടുത്തു, തിരിച്ച് 200% തിരിച്ച് കിട്ടി എന്ന് പറയാം. അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണ്ടോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഞാനിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ സീരീസ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല. ഞാനങ്ങനെ യൂട്യൂബ് വ്യൂസ് കൂട്ടുക അങ്ങനത്തെ ഉദ്ദേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് LDC കിട്ടുവാണെങ്കിൽ ഞാൻ പഠിച്ച രീതി എനിക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലോസ് ആയിട്ടിരിക്കുന്ന കുറച്ച് ആളുകൾ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതെനിക്ക് യൂട്യൂബിൽ ഇടണമെന്ന് തോന്നി. വേറെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് വീഡിയോ കുറച്ച് ലെങ്തി ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ 2x ഇട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ 2x ഇട്ട് കണ്ടാൽ മതി. എന്തെങ്കിലും ഡൗട്ട്, ഏതെങ്കിലും വീഡിയോസ് വേണം, ടെക്സ്റ്റ് ബുക്ക് ഏതൊക്കെ ബുക്സ് ഒക്കെ അതൊക്കെ ഞാൻ പറയാം കേട്ടോ. വീണ്ടും ഒത്തിരി ലെങ്ത് ആയി പോകും. നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആരും LDC കിട്ടിയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നിങ്ങൾ കാത്തിരിപ്പുണ്ടായിരിക്കും. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി, വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ബൈ.